ഇന്നത്തെ റെസിപ്പി ഒരു മധുരക്കറി കേട്ടോ, മാങ്ങ വെച്ചിട്ട്. അത് മൂവാണ്ട മാങ്ങയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെനിക്കൊരു നൊസ്റ്റു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കടലപ്പരിപ്പ് 1 കിലോ മാങ്ങയ്ക്കൊക്കെ ഒരു 100-150 ഗ്രാം കടലപ്പരിപ്പാണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ അതിന് ആവശ്യമുള്ള ശർക്കരപ്പാനി, അതേപോലെ അതിനൊരു അരപ്പും കൂടി ഉണ്ട്. അതിന് തേങ്ങയും ഒരു 2 വറ്റൽമുളക്, കൂടുതലിടരുത്, എരിവ് പാടില്ല അധികം. അപ്പോൾ ആ മഞ്ഞപ്പൊടിയായിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടെ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ മൂവാണ്ട മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ്യിലൊക്കെ വെക്കേഷനാണല്ലോ, ആ സമയത്ത് നമ്മൾ ചിറ്റയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ചിറ്റ എന്ത് ചെയ്യും, ഇതുപോലെ നമുക്ക് മധുരക്കറി ഉണ്ടാക്കും, കൂടെ പിറ്റേ ദിവസം പുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെക്കേഷനൊക്കെ നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലോ, ആ സമയത്താണ് മാങ്ങയൊക്കെ ഇഷ്ടമാതിരി വീഴുമായിരുന്നു. ചേർത്തലയിലാണ് കേട്ടോ എൻ്റെ അമ്മ വീട്. അപ്പോൾ ഞാൻ അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനിയൊരു താളിപ്പും കൂടി നമുക്ക് റെഡിയാക്കി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ താളിപ്പ് ഞാൻ മറ്റേ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കടുകും ജീരകവും വേപ്പിലയും കൂടി ഇട്ടിട്ടാട്ടോ താളിപ്പും കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത്തിരി കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാഷ്യൂനട്ട് ഇട്ടാൽ മതി. ഇത് ഓപ്ഷനിലാട്ടോ, ഇതിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇട്ടുന്നു മാത്രം. അപ്പോൾ ഇത് നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ടും, അപ്പോൾ ആ പുട്ടിൻ്റെ കൂടെ നല്ല ചൂട് ഈ മാങ്ങാക്കറിയും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.